കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് അനിമയാണോ സജസ്റ്റ് ചെയ്യുന്ന ആ അനിമി ഇടുന്നത്. നിങ്ങളിപ്പോൾ റിംറു ആണ് പറഞ്ഞിട്ടുള്ളത്, സ്ലൈമാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതേ പറയൂ, എനിക്കറിയാം. എന്തായാലും ഞാൻ അത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ വേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതിന് വലിയ വ്യൂസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ. നമുക്ക് ഈ അനിമി സ്റ്റാർട്ട് ചെയ്യാം. സീസൺ 2-ൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ റിംറു സംസാരിക്കുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അഥവാ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ടീച്ചറെ തരുന്നുണ്ട്. ഞാൻ ഇല്ലാത്ത സമയം ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ടിസ് എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ടിസ് എന്ന് പറഞ്ഞ ടീച്ചറാണ് അവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഒരു എപ്പിസോഡ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഡഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട. ആ ഭാഗം വേണമെങ്കിൽ പിന്നെ എപ്പോഴും കവർ ചെയ്യാം. ടീച്ചറുമായിട്ട് അവർക്ക് നല്ല കൂട്ടാന്ന് അവർ പറയുന്നതാണ്. നമ്മൾ നല്ല സന്തോഷത്തോടെ ഇരുന്നോളെന്നെല്ലാം പറഞ്ഞിട്ട് റിംറു ടാറ്റ പറഞ്ഞിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയ റിംറു ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇത്രയും കാലമായിട്ട് നടന്നതെന്ന്. നമ്മുടെ റിംറു ആനിമൽ കിൻഡായിട്ടും ട്രേഡ് ചെയ്യാൻ പോകുന്നതാണ്. അയാളുടെ പേരാണ് ടീമൽ ലോർഡ് ക്യാരിയൻ, അങ്ങനെയാണ് പേര്. പിന്നെ ആരൊക്കെയാണ് അവിടെ അയക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോബ്ലിൻ ചീഫിൻ്റെ മകനെയും ബെനിമാറുവിനെയാണ് വിടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് നല്ല ട്രേഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ സാധനങ്ങൾ അങ്ങോട്ടേക്കും കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്കും വാങ്ങുന്നുണ്ട്. അതിലെല്ലാം റിംറുവിനെ പോലെ 2 കണ്ണ് വരച്ച പോലെ ഉണ്ട്. പിന്നെ അതിൽ റിംറു എല്ലാത്തിനും രൂപം മാറി നോക്കുന്നതാണ് അതേപോലെ തന്നെ ആകുന്നുണ്ടോയെന്ന്. റിംറു കറക്റ്റ് അതേപോലെ തന്നെ രൂപം മാറുന്നുണ്ട്. പുറത്തേക്ക് പോകും മുമ്പേ ഡ്രസ്സ് മാറ്റാൻ നല്ല ഡ്രസ്സ് കൊടുക്കുന്നു. ആദ്യം ഒരു നല്ലൊരു ചൈനീസ് പെണ്ണിൻ്റെ പോലെ, പിന്നെ ഒരു ക്യൂവിൻ്റെ പോലെ ഡ്രസ്സ് ഇടുന്നു, പിന്നെ ഒരു സമുറായിൻ്റെ പോലെ ഡ്രസ്സ് ഇടുന്നുണ്ട്, പിന്നെ ഒരു റോയലായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് എല്ലാവർക്കും നല്ലൊരു സ്പീച്ച് തന്നെ കൊടുക്കുന്നതാണ് റിംറുവിൻ്റെ സ്പീച്ച് കണ്ടിട്ട് വലുതൊന്നും മനസ്സിലാത്തതുകൊണ്ട് റിംറു പറയുന്നത് എന്നാൽ പിന്നെ കുറച്ചും കൂടി നന്നാക്കാം സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് നല്ല വലിച്ച് വാരി നീട്ടി പറയുന്നതാണ്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും, നമ്മൾ ഇവരായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം പറയുന്നതാണ്. അന്നേരം ബാക്കി എല്ലാ ഗോബ്ലിൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാവം കബമാർ കരയുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും കരയിപ്പിച്ചിട്ടാണ് നമ്മുടെ ബെനിമാറും എല്ലാം പോകുന്നത്. ക്യാരൻ്റെ കിങ്ഡത്തിലേക്കാണ് അവർ പോകുന്നത്. പിന്നീട് നമ്മുടെ സിറ്റിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോബ്ലിൻസ് റിംറു അടക്കം എല്ലാവരും എന്ത് ചെയ്തിട്ട് തയ്യാറെടുപ്പാണ്. അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി എല്ലാവരും നല്ല ഡിഷസും ചുമരെല്ലാം സിമെൻ്റ് അടിക്കുന്ന എല്ലാമാണ് കാണിക്കുന്നത്. പിന്നീട് റിംറു പറയുന്നത് എനിക്കും ആ രാജാവിൻ്റെ കിങ്ഡത്തിലേക്ക് പോകണമെന്ന്. പിന്നീട് അവിടെ ട്രെയിനി പ്രത്യക്ഷപ്പെടുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ്, സർ ഇതാ നമ്മുടെ ബീസ്റ്റ് കിങ്ഡത്തിലെ ആൾക്കാർ എത്തിയിരിക്കുന്നു എൻട്രായിന്ന്. പക്ഷെ അവരെക്കാട്ട് മുമ്പേ തന്നെ വേറൊരു പാർട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ റിംറു ചോദിക്കുന്നത് അതേതാ പാർട്ടിന്ന്. ഒന്നും പറയുന്നതാണ് അത് യോങ് ഇല്ലേ നമ്മുടെ റിംറു ഹീറോ ആക്കിയ ചെക്കൻ. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ ഫസ്റ്റ് പാർട്ട് മറന്നു വരേണ്ട കാര്യമില്ല. കുറേ ഹ്യൂമൻസ് കുറേ സാധനങ്ങൾ പെറുക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ മഷ്റൂമായിട്ടുള്ള ഡിമെന്ന് അപ്പോഴും നമ്മുടെ ഹീറോ എന്നിട്ട് അതിനെ കൊന്നുകളെന്നാണ് കാണിക്കുന്നത്. പേടിക്കണ്ട, ഈ സോഡില്ലേ, ഈ സോഡ് ടെമ്പസ്റ്റ് എന്ന സ്ഥലത്ത് വെച്ചുണ്ടാക്കിയത്, അതുകൊണ്ട് ഇത് ഭയങ്കര പവർഫുൾ സോഡാണെന്ന്. അവിടെയുള്ള ഡീമൺസ് എല്ലാം നല്ലതാണെന്ന് പറയുന്നതാണ്. അങ്ങനെ അവൻ്റെ പണി അവൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. റിംറുവിൻ്റെ അവിടെയുള്ള ഡീമൺസ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആണെന്ന് കാണിക്കലാണ് ഇവൻ്റെ ജോലി. പിന്നീട് ഗോപ്തെല്ലാം ട്രെയിനിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നല്ല അടി മേടിച്ച് കിട്ടല. പിന്നീട് നമ്മുടെ ഹ്യൂമൻസിൻ്റെ ആർമിയല്ല ടീം അവിടെ എത്തിയതായിട്ടാണ് കാണിക്കുന്നത്. റിംറുവായിട്ട് അവർ നല്ല രീതിയിൽ കുളിക്കുന്നുണ്ട്. നമ്മുടെ റിംറു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബ്രാൻഡി കുടിക്കുന്നുമുണ്ട്. യോങ് പറയുന്ന ബ്രാൻഡി എല്ലാം സൂപ്പർ തന്നെയാണ്. പിന്നീട് നമ്മളെ പെൺകുട്ടികൾ വിളിക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. റിംറു ചെറുങ്ങനെ ബ്ലഷ് ആകുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നതാണ് ലോർഡ് ക്യാരിയൻ്റെ കിങ്ഡത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ യോങ് ചെറുങ്ങനെ ഒന്ന് പേടിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പകലാണ് കാണിക്കുന്നത്. കുറേ ആർമി അഥവാ അവർ കുറേ ആൾക്കാർ വരുന്നതാണ്. അത് ക്യാരിയൻ്റെ കിങ്ഡത്തിൽ നിന്നാണ്. ആ ബീസ്റ്റ് ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ റിംറു പിന്നീട് അവരെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോൾഡൻ സർപ്പൻ്റ് എന്ന് പറയുന്ന ഇവളുടെ പേര് സർപ്പൻ്റ് നാഗിനി എന്ന് പറഞ്ഞാലോ, നാഗാനിക പറ്റില്ല അല്ലേ. ഓക്കെ, നമ്മുടെ പിന്നീട് തന്നെ ടൈഗർ ഗേളാണ്, വൈറ്റ് ടൈഗർ. സോഫിയ എന്നാണ് ഇവളുടെ പേര്, സോഫിയ എന്ന് പറയാം. നമ്മുടെ ടൈഗർ ഗേൾ പറഞ്ഞാൽ എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയും എന്നോട് നീ ഒരു സ്ലൈമാണ്, അത് മനസ്സിലാക്കി. നിനക്ക് എന്നോട് പറയാനുള്ള ഒരു അവകാശമില്ല, കാരണം നീ ലോ ലെവൽ ക്രീച്ചറാണെന്ന്. അപ്പോഴും നമ്മുടെ റിംറു ലോ എന്നാൽ നിനക്ക് ഹ്യൂമൻസിനെ ഇഷ്ടമല്ലല്ലോ, എന്നാൽ നീ യോങ്ങിനോട് ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് യോങ്ങിനെ വിടുന്നതാണ് കാണിക്കുന്നത്. യോങ് ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് അവരെ ഫൈറ്റ് തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ റിംറുവിനെ എടുത്തിട്ട് ഷോൺ ഷൂനേൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയുന്നത് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ റിംറുവിനെ നിങ്ങൾ അങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഷോൺ അങ്ങോട്ടേക്ക് നടക്കുന്നതാണ്. എന്നിട്ട് പറയുന്നത് ഞാൻ ഈ ഫൈറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങുന്നതാണ്. ഷോണിനെ നിങ്ങൾക്ക് അറിയായിട്ട അവരെ ഫൈറ്റ് വളരെയധികം ഇൻറ്റൻസ് ആയിട്ടാണ് പോകുന്നത്. ഇവരെ ഫൈറ്റിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേറൊരു ചെക്കനെ കാണിക്കുന്നതാണ്. അതും ഒരു
സയന്റിസ്റ്റ് ആയ റോണ്ട് ക്രൂഷ്യസ് എന്ന് പറഞ്ഞ ഒരു ചെക്കനാണ്. അവൻ പറയുന്നതാണ്, എന്നാൽ പിന്നെ ഞാൻ ഈ ഹ്യൂമണോട് ഫൈറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകുന്നതാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള അവനോട് ഫൈറ്റ് ചെയ്യാൻ. യോങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുള്ള ഡ്യുവൽ സോഡാണ്. ആ ഡ്യുവൽ സോഡ് എടുത്തിട്ടാണ് ഒന്നെടുത്ത് നല്ല രീതിയിൽ എറിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ അതിനെ ഡോജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ ഇൻറ്റൻസായ പിന്നെ ഒരു ഫൈറ്റ് നടക്കുന്നതാണ്. എന്നിട്ട് അവർ തമ്മിലുള്ള ഫൈറ്റിൽ അവർക്ക് രണ്ടാക്കും വളരെയധികം സന്തോഷമാണ്. ഇവരെ ഇൻറ്റൻസായ ഫൈറ്റ് കാണിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ബാക്കി എപ്പിസോഡ് കാണണമെങ്കിൽ ഇതിന് പരമാവധി കമൻറ്റും ലൈക്കും താ. പിന്നെ ഇതിന് കോപ്പിറൈറ്റ് ഇട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം ഞാനിതിൽ ചെറിയ വീഡിയോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തത്. ഓക്കെ, എന്നാൽ ഗുഡ് ബൈ. പോകുന്നില്ലേ? പൊയ്ക്കോ. ഞാൻ ഈ വീഡിയോ വെറുതെ വെച്ചിട്ടുള്ളയാ. കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ്.